മരണത്തിൻ നിഴൽ താഴ്വരയതിലും ഞാൻ ശരണമറ്റവനായി പരിതപിക്കാതെ വരുമെനിക്കരികിൽ വഴി പതരാതെ കരം പിടിച്ചെന്നെ നടത്തിടുവോ നീ വരുമെനിക്കരികിൽ വഴി പതരാതെ കരം പിടിച്ചെന്നെ നടത്തിടുവോ നീ ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 7-ാം സങ്കീർത്തനം 13-ാം വാക്യം. അവൻ മരണാസ്ത്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്തു, തൻ്റെ ശരങ്ങളെ തീയുമ്പോൾ ആക്കി തീർത്തിരിക്കുന്നു. ദുഷ്ടന്മാർക്കെതിരായി ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നു. ദൈവം ദോഷികളുടെ മേൽ വരുത്തുന്ന ന്യായവിധി ഭയങ്കരമാണ്. ഇവിടെ ദാവീദ് പരാമർശിക്കുന്നത് ദുഷ്ടന്റെ നേരെ ദൈവം മരണാസ്ത്രങ്ങളെ തൊടുക്കുന്നു. അത് തീയമ്പുകളായി ദുഷ്ടന്റെ മേൽ പതിക്കുന്നു. ദുഷ്ടരുടെ അനീതിയും പാപസ്വഭാവങ്ങളും അവർക്ക് തന്നെ നാശകാരണമായി മാറുന്നു. പ്രിയ സ്നേഹിതരെ, പാപത്തോട് പാപം കൂട്ടിവെക്കുന്ന ജീവിത പ്രവൃത്തികളോട് നമുക്ക് വിട പറയാം. ന്യായാധിപതിയായ ദൈവത്തിൻ്റെ ന്യായവിധി ഓർത്ത് ദിനംപ്രതി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.